ഇനിയൊരു യാത്രയാണ് ചെങ്കടൽ തീരത്തെ അമക്കിലേക്ക്. തണുപ്പിന്റെ സുഖകരമായ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുന്നു. തീരത്തു നിന്നും മത്സ്യം വാങ്ങി അവിടെ തന്നെ പാകം ചെയ്യുകയാണ് നല്ലൊരു വിഭാഗം ആളുകൾ. ചെങ്കടൽ തീരത്തുള്ള അമക്ക് എന്ന പ്രദേശത്താണിപ്പോൾ ഞാനുള്ളത്. പുൻഫുദയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ മാറിയാണ് ഈ കടലോര പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. മത്സ്യം വാങ്ങാനും അതോടൊപ്പം തന്നെ ഇവിടെ വെച്ച് പാകം ചെയ്ത് കഴിക്കാനുമായി നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത്. ഈ ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തന്നെ നിരവധി ആളുകളെ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയും. നിരവധി സ്വദേശികളും അതോടൊപ്പം തന്നെ വിദേശികളെല്ലാം തന്നെ ഇവിടെ നിന്നും മീൻ വാങ്ങി തൊട്ടടുത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ നിന്നാണ് പാചകം ചെയ്യുന്നത്. ഷഹൂറിന്റെ വില എത്രയാണ്? ഇത് അബുവാൻ എന്ന് പറയുന്ന ഒരു മീനാണ്. നമ്മുടെ നാട്ടില് നമ്മൾ പറയുന്ന പാര എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഒരു മീനാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു മീനുകളിലൊന്നാണിത്. ഇത് അമൂറാണ്. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ പ്രസിദ്ധമായ ഒരു മീനാണിത്. ഇതിന്റെ വില എന്താ? 60 റിയാലാണ് ഇവിടെ ഇതിന്റെ വില. പല സ്ഥലങ്ങളിൽ ഇത് 100 റിയാലൊക്കെ വിലയുള്ള ഒരു മീൻ കൂടിയാണിത്. ഷെരീഫി എന്ന് പറയുന്ന ഒരു മീനാണ്. ഇതാണ് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ എന്നാണ്. വേറൊരു മീൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അമൂർ. അത് ഏകദേശം എത്ര കിലോ തൂക്കം വരും? ഒരു 600 ഗ്രാമൊക്കെ ഉണ്ടാവുന്ന ഒരു അമൂറാണിത്. നല്ലൊരു ഇതെനിക്ക് ഇത് ചുടാൻ നല്ലൊരു മീൻ തന്നെയാണല്ലേ അമൂർ. അദ്ദേഹം അത് ക്ലീൻ ചെയ്ത് തരും അല്ലെ? യമൻ സൗദിന സാമി ആണ് ഇവിടെ നമുക്ക് മീൻ ഇപ്പോ വൃത്തിയാക്കി തരുന്നത്. كله كم؟ كله من 120. ഈ മീൻ നമുക്ക് ഇവിടെ തന്നെ പാചകം ചെയ്ത് കഴിക്കാനുള്ള സൗകര്യം പാചകം ചെയ്യുന്ന വേറെ ആളുകളാണ്. നമുക്ക് അവരുടെ അടുത്തേക്ക് ഇത് കൊണ്ടുപോകാം. ഇതെവിടെ കൊടുക്കുക? ഇത് മീന് വൃത്തിയാക്കിയിട്ട് ഇവിടെ നിന്ന് പാചകം ചെയ്യും. ഒരു 10-20 മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി ഇവിടെ കാത്തിരിക്കേണ്ടി വരും. ഈ കാണുന്ന ഈ തീ കത്തിച്ച് ഈ മരങ്ങൾ ഇത് കത്തിച്ച് അത് കരിയാക്കിയതിനു ശേഷം അതിന്റെ മുകളിലിട്ടാണ് ഈ മീനുകളൊക്കെ ചുടുക. അതിനുവേണ്ടിയാണ് ഇപ്പോ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂടാണ് ഇവിടെ. അത് നമുക്കറിയാം. ആരും തന്നെ ഈ പരിസരത്തൊന്നും തന്നെ നിൽക്കുന്നില്ല. നേരത്തെ തന്നെ കരിയായി കഴിഞ്ഞ ഈ ഇത്തരം നിരവധി കുഴികൾ നമ്മളിവിടെ കാണാം. ഇതാണ് ഇവരുടെ അടുപ്പ്. ഇതിലാണ് ഇവര് മീൻ ഇപ്പോൾ ചുട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മീനൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അതിൽ വെച്ചായിരിക്കും ഇവര് പാചകം ചെയ്യുക. മീനും അതോടൊപ്പം തന്നെ പച്ചക്കറികളൊക്കെ ഇതിൽ വെച്ച് തന്നെയാണ് ഇവര് ചുട്ട് പാചകം ചെയ്യുന്നത്. മസാല തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെക്കും. ഇവിടെ ഓൾറെഡി ഇവിടെ നേരത്തെ തന്നെ ഏൽപ്പിച്ച 3-4 ആളുകളുടെ മീന് നമുക്കിവിടെ കാണാൻ കഴിയും. അതിനുശേഷമാണ് നമ്മുടെ ഇവര് പാചകം ചെയ്യുകയുള്ളൂ. നല്ല തീ കനൽ ആയതിനു ശേഷമാണ് മീൻ അതിന്റെ മുകളില് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പച്ചക്കറികളും ക്യാരറ്റ് ഉണ്ട്, നമുക്ക് തക്കാളി കാണാം, വഴുതനങ്ങ ഒക്കെ ഉണ്ട്. ഈ കനലിന് മുകളിൽ മീൻ വെച്ചതിന് ശേഷം ഇത് ഒരു മൂടി കൊണ്ട് മൂടാണ്. അതിന്റെ മുകളിൽ നമുക്ക് തീക്കനൽ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതിനെ മീൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പാചകം ചെയ്ത് കിട്ടുന്നതിനായി കാത്തിരിക്കുന്നുണ്ട്. കിട്ടിയ ആളുകൾ ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ
നമ്മൾ ഇവിടെ തീക്കനലിൽ ചുട്ടെടുത്ത മീനൊക്കെ റെഡിയായി. ഇനി നമ്മൾ കഴിക്കുകയാണ്. ഇതിന്റെ രുചി ഏറ്റവും നമുക്കറിയാം. നേരത്തെ രുചി നോക്കിയപ്പോൾ തന്നെ വളരെ സ്വാദിഷ്ടമായ രീതിയിലാണ് ഇത് പാചകം ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്രമാത്രം ആളുകൾ ദിനേന വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതെന്തായാലും ഇതിന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്